അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർലാപ്പ് ആഡ് മെത്തേഡ്. നമ്മൾ ഫിൽറ്ററിങ് ഓഫ് ലോങ് ഡാറ്റ സീക്വൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ഓവർലാപ്പ് സേവ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് വരുന്നത് ഓവർലാപ്പ് ആഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഔട്ട്പുട്ട് y of n of a filter whose impulse response h of n equal to 1, 1, 1 and input signal x of n equal to 3, -1, 0, 1, 3, 2, 0, -1, 2, 1, 3 using overlap add method. ഓക്കെ, ഇപ്പോൾ h of n-ഉം x of n-ഉം തന്നിട്ടുണ്ട്. നമുക്ക് ഓവർലാപ്പ് ആഡ് മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. h of n equal to 1, 1, -1 and x of n equal to 3, -1, 0, 1, 3, 2, 0, 1, 2, 1. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. m equal to, നമുക്കറിയാം h of n-ൻ്റെ ലെങ്ത്തിനെ നമ്മൾ m എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ക്യാപിറ്റൽ M equal to എത്രയാണ് ഇവിടെ? ക്യാപിറ്റൽ M equal to 3. ഓക്കെ, അടുത്തത് എക്സ് ഓഫ് n. അടുത്തത് എന്താണ്? എക്സ് ഓഫ് n-ൻ്റെ അല്ലെങ്കിൽ ഗിവൺ സീക്വൻസിൻ്റെ ലെങ്ത്ത്, എക്സ് ഓഫ് n-ൻ്റെ ലെങ്ത്ത് ls ഈക്വൽ ടു, ls എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അതിവിടെ എണ്ണി നോക്കി അറിയാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, 10 ഡാറ്റാസ് ഉണ്ട് എക്സ് ഓഫ് n-ൽ, ദെർഫോർ ls ഈക്വൽ ടു 10. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിവൈഡ് ദ സീക്വൻസ് എക്സ് ഓഫ് n ഇൻറ്റു ബ്ലോക്സ് ഓർ സബ് സീക്വൻസസ് ഓഫ് ഡാറ്റ സൈസ് ക്യാപിറ്റൽ N ഈക്വൽ ടു L പ്ലസ് M-1. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ എക്സ് ഓഫ് n-നെ സബ് സീക്വൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഓരോ സബ് സീക്വൻസിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ക്യാപിറ്റൽ N ഈക്വൽ ടു L പ്ലസ് M-1. അതിനകത്ത് ക്യാപിറ്റൽ L എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഡാറ്റാസ് ഫ്രം എക്സ് ഓഫ് n, അല്ലെങ്കിൽ നമ്പർ ഓഫ് സീക്വൻസസ് ടേക്കൺ ഫ്രം എക്സ് ഓഫ് n. നമ്പർ ഓഫ് സീക്വൻസസ് ഓർ ഡാറ്റാസ് ടേക്കൺ ഫ്രം എക്സ് ഓഫ് n. നമ്മൾ ആക്ച്വൽ എക്സ് ഓഫ് n-നകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ L എലമെൻറ്റ്സ് എന്തായിരിക്കും? എക്സ് ഓഫ് n എന്നുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അടുത്ത M-1 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സീറോസ് ആയിരിക്കും. M-1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസ് അപ്പൻഡഡ്. അപ്പോൾ ആദ്യത്തെ L എലമെൻറ്റ്സ് നമ്മൾ എക്സ് ഓഫ് n എന്ന് എടുക്കും. അടുത്ത M-1 എലമെൻറ്റ്സ് എന്തായിരിക്കും? സീറോസ് അപ്പൻഡഡ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ത് വരും? ക്യാപിറ്റൽ N ഈക്വൽ ടു L പ്ലസ് M-1 എലമെൻറ്റ്സ്. നമ്മൾ ഓവർലാപ്പ് സേവ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു? L എലമെൻറ്റ്സ് നമ്മൾ എക്സ് ഓഫ് n എന്ന് എടുക്കും. അത് കഴിഞ്ഞ് M-1 എലമെൻറ്റ്സ് എന്തായിരിക്കും? ഫസ്റ്റ് M-1 എലമെൻറ്റ്സ് വിൽ ബി ദ ലാസ്റ്റ് M-1 എലമെൻറ്റ്സ് ഓഫ് ദ പ്രീവിയസ് ബ്ലോക്ക്. അങ്ങനെയായിരുന്നു. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ L എലമെൻറ്റ്സ്, ആദ്യത്തെ L എലമെൻറ്റ്സ് എക്സ് ഓഫ് n എന്ന് എടുക്കും. M-1 എലമെൻറ്റ്സ് സീറോസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ബ്ലോക്സും ഏതൊക്കെയെന്ന് നോക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ക്യാപിറ്റൽ L ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 3 എലമെൻറ്റ്സ് ഫ്രം എക്സ് ഓഫ് n. ആദ്യത്തെ 3 എലമെൻറ്റ്സ് എന്തായിരിക്കും? എക്സ് ഓഫ് n എന്നുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആദ്യം x1 ഓഫ് n എഴുതുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താ? 3, -1, 0. ആദ്യത്തെ 3 എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഓഫ് n എന്നുള്ള 3 എലമെൻറ്റ്സ് എടുത്തു. ഇവിടെ നമ്മൾ L ഈക്വൽ ടു 3 ആണ് എടുക്കുന്നത്. അടുത്തത് M-1 എലമെൻറ്റ്സ് എന്തായിരിക്കും? നമ്മൾ സീറോസ് ആയിട്ട് എഴുതണം. M-1 എന്ന് പറഞ്ഞാൽ ഇവിടെ M എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ M-1 എന്ന് പറയുന്നത് 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അടുത്ത 2 എലമെൻറ്റ്സ് എന്തായിരിക്കും? സീറോസ്, 2 സീറോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ x1 ഓഫ് n, അതായത് ഫസ്റ്റ് സബ് സീക്വൻസ്. ക്യാപിറ്റൽ L ഈക്വൽ ടു 3 എടുത്തുകൊണ്ട് ഫസ്റ്റ് 3 എലമെൻറ്റ്സ് എക്സ് ഓഫ് n എന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത M-1 എലമെൻറ്റ്സ്, M-1 എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ M ഈക്വൽ ടു 3 ആണ്. ദാറ്റ് ഈസ് 3 - 1 എലമെൻറ്റ്സ് എന്തായിരിക്കും? അതായത് 2 എലമെൻറ്റ്സ് സീറോസ് ആയിരിക്കും. ഫസ്റ്റ് L എലമെൻറ്റ്സ് എക്സ് ഓഫ് n എന്നുള്ള സീക്വൻസ് ആയിരിക്കും. ദെൻ അടുത്ത സബ് സീക്വൻസ് നോക്കാം. x2 ഓഫ് n എന്ന് പറയുന്നത് ആദ്യത്തെ 3 എലമെൻറ്റ്സ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് 3 എലമെൻറ്റ്സ് എടുക്കുക. അതായത് 1, 3, 2. ഏതൊക്കെയാണ്? 1, 3, 2 എലമെൻറ്റ്സ് നമ്മൾ എക്സ് ഓഫ് n എന്നുള്ള എലമെൻറ്റ്സ് എടുത്തു. L ഈക്വൽ ടു 3 ഫസ്റ്റ് 3 എലമെൻറ്റ്സ്. ദെൻ അടുത്ത M-1 എലമെൻറ്റ്സ് എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. ദാറ്റ് ഈസ് 2 സീറോസ് ആർ അപ്പൻഡഡ്. ഓക്കെ,
അടുത്തത് നമ്മൾക്ക് x3 തന്നെ എഴുതണം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ഓഫ് എന്നിലെ ബാക്കിയുള്ള വരുന്ന എലമെൻറ്റ്സ് 0 1 2 അത് നമ്മൾ എടുത്തെഴുതി. ദെൻ ലാസ്റ്റ് m-1 elements will be zeros. This is m-1 that is equal to 2 elements. എല്ലാ ബ്ലോക്കിനകത്തും ലാസ്റ്റ് m-1 elements will be zeros. ഓക്കെ, അതുപോലെ അടുത്തത് എന്താ വരുന്നത് x4 ഓഫ് n. x4 ഓഫ് എന്നിൽ ഇനി അവിടെ റിമൈനിങ് ആയിട്ട് നിങ്ങൾ x ഓഫ് n നോക്കിയാൽ അറിയാം, അവിടെ റിമൈനിങ് ആയിട്ട് ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ ഒരു എലമെൻറ്റ്. അപ്പോൾ ഇനി നമ്മളുടെ ബാക്കി ലാസ്റ്റത്തെ രണ്ട് m-1 എലമെൻറ്റ്സ് ദാറ്റ് ഈസ് ലാസ്റ്റ് 2 എലമെൻറ്റ്സ് വിൽ ബി 0. പക്ഷേ നമുക്കറിയാം നമ്മളുടെ ബ്ലോക്കിൻ്റെ ഓരോ സബ് സീക്വൻസസിൻ്റെ ലെങ്ത്ത് ക്യാപിറ്റൽ N = 5 ആണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പൻഡ് ചെയ്യുകയാണെങ്കിൽ 1 2 3 എലമെൻറ്റ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി രണ്ട് എലമെൻറ്റ്സും കൂടിയും സീറോസ് ആയിട്ട് അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 0 0 ആൻഡ് ലാസ്റ്റ് m-1 അതായത് ലാസ്റ്റ് 2 എലമെൻറ്റ്സ് വിൽ ബി സീറോസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ തന്നിരിക്കുന്ന എക്സ് ഓഫ് എന്നിനെ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്സിനകത്ത് ഫസ്റ്റ് L elements will be from elements from our actual sequence x of n and last m-1 elements will be zeros. അതെപ്പോഴും ഫിക്സഡ് ആ, m-1 elements will be zeros. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊക്കെ ഓവർലാപ്പ് സേവിൽ ചെയ്യുന്ന പോലെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്, അതായത് സർക്കുലർ കൺവല്യൂഷൻ ഓഫ് ഈച്ച് ബ്ലോക്ക് ഓർ സബ് സീക്വൻസസ് വിത്ത് എച്ച് ഓഫ് എൻ. അപ്പോൾ നമുക്കറിയാം എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് ഏതാ വരുന്നത് സീക്വൻസ് 1 1 1 ആണ്. പക്ഷെ നമുക്ക് സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ എന്താണ്, രണ്ട് സീക്വൻസസിൻ്റെ എക്സ് ഓഫ് എന്നിൻ്റെയും അല്ലെങ്കിൽ x1 ഓഫ് എന്നിൻ്റെയും എച്ച് ഓഫ് എന്നിൻ്റെയും ലെങ്ത്ത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലേ. x1 ഓഫ് എൻ അല്ലെങ്കിൽ സബ് സീക്വൻസസിൻ്റെ ലെങ്ത്ത് എന്താ വരുന്നത്, x1 ഓഫ് എന്നിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്, n ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എച്ച് ഓഫ് എന്നിൻ്റെ ലെങ്ത്ത് എത്ര, 3 ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എന്താക്കണം, 5 ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സീറോസ് അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എച്ച് ഓഫ് എൻ എന്തായിരിക്കും 1 1 1 0 0. ഇത് നമ്മൾ ഓവർലാപ്പ് സേവിൽ ചെയ്ത പോലെ തന്നെ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, ലെങ്ത്ത് ഓഫ് ഈച്ച് സീക്വൻസ് വിൽ ബി സെയിം ആയിരിക്കണം. ഓക്കെ, സർക്കുലർ കൺവല്യൂഷൻ്റെ കണ്ടീഷനാണ് അത്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് എച്ച് ഓഫ് എന്നിൻ്റെ ലെങ്ത്ത് 3 ആയത് കാരണം നമുക്ക് വേണ്ടത് x1 നമ്മൾ ക്രിയേറ്റ് ചെയ്ത സബ് സീക്വൻസസിൻ്റെ ലെങ്ത്ത് 5 ആണ്. അപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ബാക്കി 2 എലമെൻറ്റ്സ് നമ്മൾ സീറോസ് ആയിട്ട് അപ്പൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മൾ സീറോസ് അപ്പൻഡ് ചെയ്യുന്നത്, നമ്മൾ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ രണ്ട് സീക്വൻസസിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കണം. അതവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മറ്റതിൽ ചെയ്ത പോലെ തന്നെ y1 ഓഫ് n y2 n y3 y4 കണ്ടുപിടിക്കണം. y1 ഓഫ് n എന്താ, x1 ഓഫ് n കൺവല്യൂഷൻ h ഓഫ് n. y2 എന്ന് പറയുന്നത് എന്താ, x2 n കൺവല്യൂഷൻ h ഓഫ് n. y3 x3 n കൺവല്യൂഷൻ h ഓഫ് n ആൻഡ് y4 ഈസ് x4 n കൺവല്യൂഷൻ h ഓഫ് n. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 2 2 -1 0 ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്, കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ആൻസർ. അതിനകത്ത് ഒരു സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ y1 ഓഫ് എന്നിൻ്റെ സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. y1 ഓഫ് n എന്ന് പറയുന്നത് എന്താ, x1 ഓഫ് n h ഓഫ് n കൺവല്യൂഷൻ x1 ഓഫ് n കൺവല്യൂഷൻ h ഓഫ് n. അപ്പം നമ്മൾ h ഓഫ് എന്നിനെ നമ്മൾ എന്ത് ചെയ്യണം, h ഓഫ് എന്നിനെ നമ്മൾ ഏത് മെട്രിക്സ് ആയിട്ട് 5/5 മെട്രിക്സ് ആയിട്ട് എഴുതി, ഇത് x1 ഓഫ് n. ഓക്കെ, അപ്പോൾ എച്ച് ഓഫ് എന്നിനെ നമ്മൾ 5/5 മെട്രിക്സ് ആക്കാൻ അറിയാലോ. ആദ്യം തന്നിരിക്കുന്ന എച്ച് ഓഫ് എന്നിനെ കോളമായിട്ട് എഴുതി, ദെൻ ഓരോ എലമെൻറ്റ് അടുത്ത കോളം എഴുതണമെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ഫസ്റ്റ് കോളം വിൽ ബി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് സെക്കൻഡ് കോളം. ദെൻ ബാക്കി എലമെൻറ്റ്സിനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു സർക്കുലർ ഷിഫ്റ്റിംഗ് നടത്തി 5/5 മെട്രിക്സ് ഫോം ചെയ്യുക. 5/5 എന്തുകൊണ്ടാവുന്നത്, ഇതിൻ്റെ ഓരോ ഈ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്, n = 5 ആണ്. അപ്പോൾ നമുക്ക് 5/5 മെട്രിക്സ് എടുക്കണം. ദെൻ x1 ഓഫ് എന്നിനെ നമ്മൾ കോളമായിട്ട് എഴുതി, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടും. 1 × 3 പ്ലസ് ഇതെല്ലാം 0 ആണ്, പിന്നെ 1 × 0 0. അപ്പോൾ 1 × 3 മാത്രമേ വരുന്നുള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. നിങ്ങൾ സിമ്പിളായിട്ടുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ
അപ്പോൾ നമുക്ക് y1 y2 y3 y4 കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് y(n) കിട്ടണം. y(n) കിട്ടാനുള്ള സ്റ്റെപ്പാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ബ്ലോക്കിനും എഴുതുകയാണ് ചെയ്യുന്നത്. കിട്ടിയിരിക്കുന്ന ഇത് y1(n) ആണ്, y1(n), ഇത് y2 ആണ്, ഇത് y3 ആണ്, ഇത് y4 ആണ്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക് എഴുതുക, അതിനുശേഷം അടുത്ത ബ്ലോക്ക് എഴുതുമ്പോൾ പിന്നെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ലാസ്റ്റ് m-1 എലമെൻസും സെക്കൻഡ് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് m-1 എലമെൻസും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ m=3 ആണ്, അതുകൊണ്ട് m-1 എന്ന് പറയുന്നത് 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ബ്ലോക്കിൻ്റെ ലാസ്റ്റ് 2 എലമെൻസും അടുത്ത ബ്ലോക്കിൻ്റെ ഫസ്റ്റ് 2 എലമെൻസും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് എഴുതി 3 2 2 -1 0. അത് കഴിഞ്ഞ് അടുത്ത ബ്ലോക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? അതിൻ്റെ ഫസ്റ്റ് 2 എലമെൻസും തൊട്ട് മുന്നുള്ള ബ്ലോക്കിൻ്റെ ലാസ്റ്റ് 2 എലമെൻസുമായിട്ട് ഓവർലാപ്പ് ചെയ്യണം. അപ്പോൾ 1 4 6 5 6 ഇങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ വരുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോക്ക് എഴുതുന്ന സമയത്ത് അടുത്ത ബ്ലോക്ക്, അതായത് തേർഡ് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് 2 എലമെൻസും സെക്കൻഡ് ബ്ലോക്കിൻ്റെ ലാസ്റ്റ് 2 എലമെൻസും ഓവർലാപ്പ് ചെയ്യണം. ഇതിവിടെ m=3 ആയതുകൊണ്ടാണ് 2 എലമെൻസ് വരുന്നത്. എത്രയാണോ m കിട്ടുന്നത് അത്രയും m-1 എലമെൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഓവർലാപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്, ദെൻ ഇത് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓവർലാപ്പ് ആൻഡ് ആഡ് മെത്തേഡാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓവർലാപ്പ് ആൻഡ് ആഡ് മെത്തേഡ് ചെയ്യുമ്പോൾ ഈ ഓവർലാപ്പ് ചെയ്ത എലമെൻറ്റ്സ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം സീക്വൻസ് എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എങ്ങനെ വരും? y(n) = ആദ്യത്തെ ബ്ലോക്കിൽ 3 2 2 എഴുതി, ദെൻ -1 + 1 എന്താ? 0. അടുത്തത് എന്തായിരിക്കും? 0 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 6. അടുത്തെന്താ? 5 + 0 ദാറ്റ് ഈസ് 5. 6 + 1 7. അടുത്തത് ഏതാ വരുന്നത്? 3. അടുത്തത് 3 + 1 ഓവർലാപ്പ് ചെയ്ത എലമെൻറ്റ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 3 + 1 4, 2 + 1 3 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദെൻ റിമൈനിങ് ആയിട്ട് വരുന്നത് 0 0 ആണ്. പക്ഷേ ഇനി നമ്മൾ ചെക്ക് ചെയ്യണം, നമുക്ക് ആക്ച്വലി y(n)നകത്ത് എത്ര എലമെൻറ്റ്സ് വേണമെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അത് ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ പറയേണ്ടായിരുന്നു, അതിവിടെ പറയാം. നമുക്ക് y(n)ൻ്റെ ലെങ്ത് ഓഫ് y(n) എത്രയാണ് വരേണ്ടത്? ലെങ്ത് ഓഫ് y(n) എന്ന് പറയുന്നത് എത്രയാണ് വരേണ്ടത്? ls + m-1. നമ്മൾ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ചെയ്ത് ls എന്ന് പറയുന്നത് x(n)ൻ്റെ ലെങ്ത്ത്, സബ് സീക്വൻസസിൻ്റെ അല്ല, ആക്ച്വൽ സീക്വൻസിൻ്റെ ലെങ്ത്ത്. m എന്ന് പറയുന്നത് h(n)ൻ്റെ ലെങ്ത്ത്. ഇവിടെ നമുക്ക് ls എത്രയായിരുന്നു? 10 + m എത്രയായിരുന്നു? 3 - 1 ദാറ്റ് ഈസ് 12 എലമെൻറ്റ്സ്. നമുക്ക് y(n)ൽ 12 എലമെൻറ്റ്സാണ് വേണ്ടത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ലെങ്ത് ഓഫ് y(n). അപ്പം നമ്മൾ x(n)ൽ വേണ്ടത് 12 നമ്പർ ഓഫ് സീക്വൻസസ് ആണ് വേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ഇവിടെ നോക്കുക, 1 2 3 4 5 6 7 8 9 10 11 12. ഈ 2 സീറോസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 13 14 ഉണ്ടാവും. പക്ഷേ നമുക്ക് ആക്ച്വലി ലെങ്ത് എത്രയാണ് വേണ്ടത്? 12 ആണ് വേണ്ടത്. അപ്പോൾ ഈ 2 സീറോസ് ആവശ്യമില്ല, അതിനെ ഡിസ്കാർഡ് ചെയ്യണം. നമ്മൾ ആക്ച്വൽ സീക്വൻസ് എന്ന് പറയുന്നത് ഇതാ വരുന്നത്, y(n) = 3 2 2 0 4 6 5 7 3 4 3 1. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ y(n) എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ y(n)ൻ്റെ ലെങ്ത്ത് ls + m-1, അതായത് 12-നേക്കാളും കൂടുതലാണെങ്കിൽ, നിങ്ങൾക്ക് എഴുതുമ്പോൾ കിട്ടുന്നത് 12-നേക്കാളും കൂടുതലാണെങ്കിൽ 12 കഴിഞ്ഞിട്ട് ലെങ്ത്ത് 12 കഴിഞ്ഞിട്ട് വരുന്ന എലമെൻസിനെ എല്ലാം എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇതാ വരുന്നത്, y(n) = ഈ ആൻസർ നിങ്ങൾ പ്രീവിയസ് ഓവർലാപ്പ് സേവ് മെത്തേഡ് വെച്ചിട്ട് ചെയ്തതൊന്നുമായിട്ട് കമ്പയർ ചെയ്യുക. 2 മെത്തേഡ് വെച്ചാലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓവർലാപ്പ് ആഡ് മെത്തേഡിനകത്ത് നോക്കുക, ഓരോ ബ്ലോക്കിൻ്റെയും ലാസ്റ്റ് m-1 എലമെൻറ്റ് ഈസ് ഓവർലാപ്ഡ് വിത്ത് ഫസ്റ്റ് m-1 എലമെൻറ്റ്സ് ഓഫ് സക്സീഡിങ് ബ്ലോക്ക്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ഓവർലാപ്പ് ചെയ്ത എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് ഓവർലാപ്പ് ആഡ് മെത്തേഡ് എന്ന് പേര്.
തൊട്ട് മുന്നേ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, എല്ലാ കിട്ടുന്ന സബ്സീക്വൻസസ്, അതായത് y1 y2 ഇതിനകത്ത് എല്ലാത്തിലെയും ഫസ്റ്റ് m-1 എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡിസ്കാർഡ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്ത്, ഓവർലാപ്പ് സേവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.